അടിപൊളിയാണ്. ഉണ്ണിമുകുന്ദൻ റെബൽ സ്റ്റാറായി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ റെബൽ സ്റ്റാർ ഉണ്ണിമുകുന്ദനായിപ്പോൾ ഇതോടെ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ. ഉണ്ണിമുകുന്ദനല്ല, ജഗതി ചേട്ടനും സ്ഥിതിക്കേട്ടനും അതിനൊപ്പം പിടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. ജഗതി ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് പടമായിരിക്കുന്നവർ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോമിസാണ് അത്. ആ പ്രോമിസ് കെപ്റ്റ് ചെയ്യാറ് അതിൻ്റെ അകത്തൊരു സന്തോഷമുണ്ട്. പ്രോമിസ് അതുപോലെ കെപ്റ്റ് ചെയ്യാറുണ്ട്. അടിപൊളി. റെബൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ചതിന് 10 times ഔട്ട്പുട്ട് അവർ തന്നിട്ടുണ്ട്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. വലിയ ക്ലൈമാക്സ് ഇല്ല, എന്നാലും അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഓവറോൾ ജഗതിചേട്ടനൊക്കെ അടിപൊളിച്ചിട്ടുണ്ട്. ജഗതിചേട്ടനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ഇത്രയും ഒരു ഇന്നേരെ എക്സ്പെക്ട് ചെയ്തില്ല. ആ ഒരു ലെവലിൽ കാണിച്ചു വെച്ചിട്ടുണ്ട് ജഗതിചേട്ടനെ. സിദ്ദിഖേട്ടനും അടിപൊളിയായിട്ട്. നമ്മൾ ഒരു ഈ കേരളത്തെ മൂവീസ് നമ്മൾ ഇത്രയും ഒരു വയലൻസ് പ്രതീക്ഷിക്കില്ല, പക്ഷെ അതിൻ്റെ ഡബിളും ട്രിപ്പിളും ആയിട്ട് നമുക്ക് അവർ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാനില്ല, കാരണം മലയാള മൂവി നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്യാറില്ലല്ലോ. പക്ഷേ ഇതിൽ നിന്ന് ഇത്രയും വന്നപ്പോൾ നമ്മൾ തന്നെ കോരിത്തിരിച്ചു പോയി. മലയാളക്കാർക്ക് ഇങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റും, ഇത്ര ഒരു റെബലാവാൻ പറ്റും. മലയാളത്തിൻ്റെ വലിയ ഉണ്ണി ഒന്നും പറയാനുള്ളൂ. ചിലൊരു സീനിൽ ഈ മസിലൊക്കെ ഇങ്ങനെ പമ്പ് ചെയ്ത് തന്നെ ഉണ്ട്. അത്ര കഷ്ടപ്പാടിനൊക്കെ ഒന്നും പറയാനില്ല. അടിപൊളി. ഉണ്ണിയുടെ കരിയർ ചേഞ്ച് തന്നെയായിരിക്കും. അത് ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഗംഭീര ക്ലൈമാക്സിലേക്കാണ് പോകുന്നത്. അവസാനത്തെ 20 മിനിറ്റ് ഒരു ഞെട്ടലോടെ അല്ലാതെ കണ്ടുതീർക്കാൻ പറ്റില്ല. അതിഗംഭീരമായ ആക്ഷനാണ്. മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആക്ഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആനിമൽ ഹിന്ദി മൂവിയിൽ ഒരു ഇൻ്റർവെൽ ഫൈറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ പോലെ തോന്നി. ഒരു 10-15 മിനിറ്റോളം എന്നുള്ള ക്ലൈമാക്സ് ആക്ഷൻ ഫൈറ്റ്, അതാണ് ഇവർ പറഞ്ഞ വയലൻസിൻ്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ അതാണ്. ബാക്കി കഥയും സംഭവങ്ങളും ഒന്നുമില്ല. അത് അതിഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. അവസാനത്തെ 20 മിനിറ്റിലെ ആക്ഷൻ, ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസ് ആ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, വയലൻസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. ക്ലൈമാക്സ് ആക്റ്റാണ് പടത്തിനെ വേറെ ലെവലിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ക്ലൈമാക്സോടെ പടം വേറെ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. പടം ഒരു പക്ക വയലൻസ് പടമാണ്. ഒരു എന്താ പറയുക, നല്ലൊരു ഫൈറ്റ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് പറ്റും, അല്ലാതെ ഫാമിലി ഓഡിയൻസിനൊന്നും പറ്റില്ല. പിന്നെ ഒരു കൊച്ചുകുട്ടികൾക്കൊന്നും ഈ പടം കാണാൻ പറ്റില്ല. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അതിലൊരു സീനുണ്ട്, അത് കാണാനേ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു പക്ക ഇതാണ്. ഒരു പക്ക വയലൻസ് പടം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. കുറച്ച് ഇമോഷണൽ ടച്ചൊക്കെ പടത്തിൽ കയറ്റിയിട്ടുണ്ടെങ്കിലും പക്ഷേ അത് അതൊരു ഇതാകുന്നില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു പക്ക വയലൻസ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് കൊള്ളാം. നല്ല അടിപൊളി ഫൈറ്റിംഗ് ഒക്കെയാണ്. ഉണ്ണിമുകുന്ദൻ്റെ ഫൈറ്റിംഗ് ഒക്കെ കൊള്ളാം, പക്ഷെ അത്ര ഇതില്ല. അത് കറക്റ്റായിട്ട് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. പേടിപ്പിക്കുന്നതല്ല, ഭയങ്കര വയലൻസ് ആണ്. ഫൈറ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല ഉണ്ണി അല്ലെങ്കിലും നല്ല പിന്നെ മൊത്തം വയലൻസ് ആണ്. ഇല്ല, അതായിട്ട് ആ പാറ്റേണായിട്ട് യാതൊരു ഇതുമില്ല. ആ ഒരു പേര് മാത്രമേ ഇതിനകത്തേക്ക് കണ്ടിട്ടായിട്ടുണ്ട്. ഭയങ്കര വയലൻസ് ആണ്, ഒന്നും പറയാനില്ല. ഫാമിലിയായിട്ടൊന്നും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര അധികം അല്ല കണ്ടിരിക്കാം, പക്ഷെ അത് യൂത്ത് ആയിട്ടുള്ളവർക്കേ പറ്റൂ. ഫാമിലിയായിട്ട് നോക്കണ്ട ആർക്കും. ആദ്യം പറഞ്ഞതിന് മിഖായിലിൻ്റെ ഒരു ഫ്രണ്ട് പാർട്ടാണ്. പിന്നെ ഉണ്ണിമുകുന്ദൻ വേറെ ലെവലാണ്. ലുക്ക് വൈസും സൂപ്പറാണ്. മ്യൂസിക് അടിപൊളിയാണ്. ഫ്രെയിം, ക്യാമറ വർക്ക്സും, ആക്ഷൻ